നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു ദോക്ലയാണ് കേട്ടോ പരീക്ഷിച്ചത്. അമ്മ ഇതുവരെ ദോക്ലയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ദോക്ല പരീക്ഷിച്ചു. കടലമാവും റവയൊക്കെ പൊടി ചേർന്നിട്ടോ. ഇതാണ് ദോക്ല കേട്ടോ. ദോക്ല പറഞ്ഞ ഒരു ഗുജറാത്തി സ്നാക്കാണ്. അവരിത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം, പിന്നെ നമ്മൾക്ക് ചില ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ഐറ്റം ഒക്കെ തരാറുണ്ട്. അപ്പൊ അതിങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേ കപ്പിന് തന്നെ 1 കപ്പ് കടലമാവും കൂടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് തൈരും, 2 കപ്പിന് 1 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത കട്ട തൈരാട്ടോ യൂസ് ചെയ്തിരിക്കുന്ന. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ആദ്യം തന്നെ, അപ്പൊ നമ്മുടെ ഈ ഇത് സോഫ്റ്റ് ആവില്ല. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്തി കൊടുക്കാം കേട്ടോ. വെള്ള കളറിലേക്കും ഒരു ലുക്ക് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞിട്ട്. അപ്പൊ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തി കൊടുത്ത് നന്നായി നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി ഒരു 10 മിനിറ്റ് വെക്കണം. അതൊന്ന് ആ റവ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ വെക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. വളരെ മെല്ലെ തന്നെ ഒഴിച്ചു കൊടുത്ത് ഒട്ടും ലംസ് ഇല്ലാതെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഇതാ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് കുറച്ച് വറുത്തിടാനുള്ള സാധനങ്ങളൊന്ന് ചെയ്ത് റെഡിയാക്കാം. അപ്പൊ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് എണ്ണയൊന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോ ഒരു 2 ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഇഞ്ചി കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ദോക്ലയില്, അതുകൊണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ അതും കൂടി അതിന്റെ കൂടെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. സാധാരണ അവരിത് വറുത്തിടുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിലിട്ടിട്ട് വേവിക്കുമ്പോൾ അതിന്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും. ഇപ്പൊ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ റവയുടെ മിക്സിലേക്ക് അത് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പൊ റവയൊക്കെ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് റെഡിയാക്കാം. നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര കട്ടിയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളി ഉണ്ടായിരുന്നത് കൊണ്ട് പുളിയിൽ കുറച്ചൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് പ്രധാനപ്പെട്ട ഒരു സാധനം, ഈനോന്റെ ഫ്രൂട്ട് സോൾട്ട് ആണ്. ഏകദേശം 1 ടീസ്പൂണോളം നമുക്ക് ഫ്രൂട്ട് സോൾട്ട് വേണ്ടി വന്നു എനിക്ക്. ഇതിട്ട് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കണം കേട്ടോ. ഈനോ സോൾട്ട് കുക്ക് ചെയ്യുന്നതിന് ജസ്റ്റ് ബിഫോർ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഈനോ സോൾട്ട് ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇടാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ അതിനെ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി മാറ്റാൻ കേട്ടോ. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആവരുത്. ഒരു ഇഡ്ലി മാവിന്റെ പരുവത്തിലൊക്കെ ആക്കിയാൽ മതി. ഈനോ സോൾട്ട് ഇട്ടിട്ട് ഒരുപാട് ഇളക്കാനും പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇത് കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി. പോറിംഗ് കൺസിസ്റ്റൻസിയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം എണ്ണയൊക്കെ തേച്ച് ആക്കി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്യാം കേട്ടോ. എണ്ണ തേക്കാൻ മറക്കരുത്. ഗ്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ ദോക്ല അതിൽ ഒട്ടിപ്പിടിക്കും. ഞാനിതൊരു ഈവനിങ് സ്നാക്ക് ആയിട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു. ഇതൊന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് സ്റ്റീം ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒക്കെ സ്റ്റീം ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ടോ എന്താണ് പരുവെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതാ ഞാനൊന്ന് കുത്തി നോക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം തുറക്കാട്ടോ. ഒന്ന് തണുത്തു, ചെറുതായി ഒന്ന് തണുത്തപ്പോ ഞാൻ അതിന്റെ ട്രേ മാറ്റിയിട്ടുണ്ട്, ഒന്ന് കമത്തിയിട്ടിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുകളിൽ കുറച്ച് സാധനങ്ങൾ വറുത്തിടാം. അതിനായിട്ട് എഗെയിൻ എണ്ണയാണ് കുറച്ച് വെച്ചിരിക്കുന്നത്. എണ്ണയിലേക്ക് കുറച്ച് കടുകും, ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ വെളുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ. 2 പച്ചമുളക് നീളത്തിൽ കീറിയതും, 2 ചുവന്ന മുളകും, പിന്നെ കുറച്ച് കരിവേപ്പിന്റെ ഇലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്കും ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അധികം കനമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ലെയർ ചെയ്തിട്ടുള്ളൂ. ഇത് കനം കൂടുതലാണെങ്കിൽ നടുവിലൂടെ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ, നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. ഇനി ഇതിനെ നമുക്ക് പീസുകളാക്കി മാറ്റാം. നല്ല ആവശ്യത്തിന് സൈസിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റ് ആണ് സംഭവം.
അപ്പൊ റെഡി. ഇനി അതൊന്നിട്ട് ടെക്സ്ചർ നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നന്നായി വന്നിട്ടുണ്ട് എല്ലാവരുടെയും വെന്തിട്ട്. അപ്പൊ ചായയും നമ്മുടെ ദോക്ലയൊക്കെ റെഡി. അമ്മയോടനെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ. അമ്മ കഴിക്കട്ടെ ആദ്യം. എങ്ങനെയുണ്ട് അമ്മ, ഇഷ്ടമല്ലോ? നന്നായിട്ടുണ്ട്, ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.